മുസ്ലിങ്ങൾക്കൊപ്പമെന്നോ ഹൈന്ദവർക്കൊപ്പമെന്നോ ക്രൈസ്തവർക്കൊപ്പമെന്നോ മറ്റൊന്നും ഇല്ല. മനുഷ്യർക്കൊപ്പം, ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ് ഇതുപോലുള്ള പൊതുവിഷയത്തിൽ ഉള്ളത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് മലയാളികളെ തേടി ആ ആശ്വാസ വാർത്തയ്ക്ക്. വധശിക്ഷ നീട്ടിവെക്കുന്നുവെന്നായിരുന്നു യമനീസ് ഭരണകൂടത്തിന്റെ ഉത്തരവ്. നിമിഷപ്രിയയുടെ ശിക്ഷ നീട്ടിവെച്ച ഉത്തരവ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പുറത്തുവിട്ടതോടെ ലോകമെങ്ങുമുള്ള മലയാളികൾ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ഔദ്യോഗിക സംവിധാനങ്ങളുടെ നീക്കങ്ങൾ പരാജയപ്പെട്ടിടത്താണ് കേവലം ഒരു സമുദായ സംഘടനാ നേതാവ് അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശ്രമം വിജയം കണ്ടത്. വധശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി മോചനം സാധ്യമാക്കാനുള്ള വലിയ സാധ്യതകൾ കൂടിയാണ് ഇതോടെ തുറന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബത്തിലെ 2 പേർക്ക് നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഇളവ് നൽകുന്നത് സംബന്ധിച്ച് വിയോജിപ്പുണ്ടെന്നാണ് വിവരം. എന്നാൽ ഖുർആൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഉദ്ധരിച്ച കാന്തപുരത്തിന്റെ സുഹൃത്തു കൂടിയായ സൂഫി പണ്ഡിതൻ തലാലിന്റെ കുടുംബവുമായി കൂടിയാലോചനകൾ നടത്തുകയാണെന്നും വിശദമായ കൂടിയാലോചനയ്ക്ക് വേണ്ടിയാണ് വധശിക്ഷ മാറ്റിയതെന്നുമാണ് വിവരം. സൂഫി പണ്ഡിതനുമായി കാന്തപുരം വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയും ചെയ്തു. തലാലിന്റെ കുടുംബത്തിലെ വൈകാരിക തലം കൂടി കണക്കിലെടുത്തുള്ള ഫലപ്രദമായ ചർച്ച നടത്താനുള്ള ശ്രമമാണ് ഇന്ന് നടക്കുന്നത്. യമനിലെ ഭൂരിഭാഗം പ്രദേശത്തും വിമത വിഭാഗത്തിന് സ്വാധീനമുള്ള ഭരണ സംവിധാനമാണ് നിലവിലുള്ളത്. അതിനാൽ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങൾക്കും യമനുമായി നയതന്ത്ര ബന്ധമില്ല. ഈ സാഹചര്യത്തിൽ തുടക്കം മുതൽ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഔദ്യോഗികമായി ഇടപെടുന്നതിന് ഇന്ത്യക്ക് പരിമിതികളുണ്ടായിരുന്നു. യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടണമെന്നുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. എന്നാൽ അത്തരത്തിലുള്ളൊരു നീക്കത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന വിമർശനം അന്നും ഇന്നും ശക്തമാണ്. നിമിഷപ്രിയയുടെ അമ്മയും ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും യമനിൽ നേരിട്ടെത്തി നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെടാൻ ശ്രമിച്ചുകൊണ്ടും വിജയിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് വധശിക്ഷ നടപ്പാക്കുമെന്ന വിവരം പുറത്തുവരുന്നത്. ജൂലൈ 16 വധശിക്ഷ നടപ്പിലാക്കുമെന്നായിരുന്നു വിവരം. ഇതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ രംഗത്ത് വന്നു. പിന്നാലെ കേന്ദ്ര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട അഭിഭാഷകൻ KR സുഭാഷ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതോടെ കാര്യങ്ങൾ പ്രതിസന്ധിയിലായി. ഈ ഘട്ടത്തിലായിരുന്നു കാന്തപുരം തന്റെ വ്യക്തിബന്ധം കൂടി ഉപയോഗിച്ചുള്ള ഇടപെടലിന് തയ്യാറായി. ഇസ്ലാം വർഗീയവാദത്തിന്റെ മതമല്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് തന്റെ ഇടപെടലെന്നായിരുന്നു കാന്തപുരത്തിന്റെ പ്രതികരണം. ലോകത്തിന് നന്മ ചെയ്യാൻ ശ്രമിക്കലാണ് നമ്മുടെ കർത്തവ്യം. ആ നിലയ്ക്കാണ് വിഷയത്തിൽ ഇടപെട്ടതെന്ന വിശാലമായ മാനവികതയുടെ സന്ദേശം കൂടി കാന്തപുരം ഇതോടെ പങ്കുവച്ചിരിക്കുകയാണ്.